ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഞാൻ ഷിംലയിലാണ് ഉള്ളത്. ഷിംലയിലെ എന്താ പറയുക, ലോക്കൽ ബസ് സ്റ്റേഷൻ്റെ അടുത്താണ് ഉള്ളത്. രണ്ട് ബസ് സ്റ്റാൻഡ് ഉണ്ട്. ഒന്ന് മെയിൻ ബസ് സ്റ്റാൻഡ്, നമ്മൾ ഇൻ്റർസ്റ്റേറ്റ് ഒക്കെ പോകുന്നത്. ഇത് ലോക്കൽ ബസ് സ്റ്റേഷൻ. അപ്പോൾ ഞാൻ ഇവിടത്തേക്ക് വന്നു കേട്ടോ. ഷിംലയിലപ്പോൾ എന്താ പറയുക, ഉച്ചക്കാണ് ഞാൻ എത്തിയത്, ഉച്ചക്ക് മുമ്പ്. അപ്പോൾ ഇന്ന് ഷിംലയിലെ കാഴ്ചകളൊക്കെ നമുക്ക് കാണാം, പെട്ടെന്ന് തന്നെ കാണാനുണ്ട്. ഓക്കെ, അപ്പോൾ ഷിംല ബസ് സ്റ്റാൻഡിൽ ഇറങ്ങി ഞാൻ നടക്കുകയാണ്. ബ്രിഡ്ജിലേക്ക് കൂടി നടന്ന് വളരെ മനോഹരമായ ഷിംലയിലെ കാഴ്ചകളൊക്കെ നമുക്ക് കാണാം. നമ്മൾ പല സിനിമകളിലും ഇത് കണ്ടിട്ടുണ്ട്. ആ മുകളിൽ നിന്നുള്ള ചെറിയ വീടുകളുടെ ദൃശ്യം ന്യൂസിലും സിനിമകളിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. 3 Idiots സിനിമയിൽ ഞാൻ കണ്ടതായിട്ട് ഓർക്കുന്നുണ്ട്. ആ ദൂരെയുള്ള വീടുകളൊക്കെ നമുക്ക് കാണാൻ പറ്റും. ഷിംലയിലൊക്കെ എല്ലാ മനോഹരമായ വീടുകളൊക്കെ, ചെറിയ ചെറിയ വീടുകൾ. നമ്മളെന്താ പറയുക, ഈ തീപ്പെട്ടിക്കൂട് വെച്ച് അടുക്കിയ വീടുകൾ എന്നൊക്കെ പറയുന്നില്ല, ഏകദേശം അതേപോലെ തന്നെ. അപ്പോൾ നമ്മൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ചെറുങ്ങനെ ഒരു സെൻറ്റ് മൈക്കിൾസ് കത്തീഡ്രൽ ചർച്ച് ഉണ്ട്. അപ്പോൾ നമ്മൾ മെയിനായിട്ട് മാൾ റോഡിലേക്ക് പോകണം. നമ്മൾ മണാലിയിലേക്ക് മാൾ റോഡ് കണ്ടിട്ടില്ല, അതേപോലെ ഒരു മാൾ റോഡ് ഷോപ്പിംഗ് കോംപ്ലക്സ് ഏരിയ ഉണ്ട്, ഷോപ്പിംഗ് ഏരിയ ഉണ്ട്. അവിടത്തേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. പഴയ ബിൽഡിങ്ങുകളൊക്കെ കാണാം, ഒരു കൊളോണിയൽ ടൈപ്പ് ബിൽഡിങ്ങുകളൊക്കെ നമുക്കിവിടെ കാണാൻ പറ്റും കേട്ടോ. അപ്പോൾ നമ്മൾ ഇത് ആ താഴത്തെ ബസ് സ്റ്റാൻഡിൽ നിന്ന് എന്താ പറയുക, മുകളിലോട്ട് നമ്മൾ കയറണം. ചെറുങ്ങനെ മുകളിൽ റൗണ്ടായിട്ട് കുറച്ച് കയറാനുണ്ട് മുകളിൽ. ആ മുകളിൽ കയറിയിട്ടാണ് നമ്മൾക്ക് ഈ കാഴ്ചകളൊക്കെ കാണുന്നത്. നല്ല നീറ്റ് ആൻഡ് പ്ലേസ് ആട്ടോ, അടിപൊളി സ്ഥലങ്ങളൊക്കെയാണ്, സൂപ്പർ. സോ ഞാനിവിടെ നടന്നെത്തി. ഇവിടെ ഒരു ഇന്ത്യൻ കോഫി ഹൗസ് കാണുന്നുണ്ട്. നമ്മുടെ ഈ കേരളത്തിലെ ഇന്ത്യൻ കോഫി ഹൗസിൻ്റെ ബ്രാഞ്ച് ആണോന്ന് അറിയില്ല, മേ ബി ചിലപ്പോൾ ആയിരിക്കാം. അപ്പോൾ അത് കഴിഞ്ഞ് ഞാൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതാണ് മെയിനായിട്ടുള്ള എന്താ പറയുക, ഷിംലയിലെ ഷോപ്പിംഗ് ഏരിയ ആണ്. ഇതൊക്കെ ടൂറിസ്റ്റുകൾ വരുന്ന വലിയ ഷോപ്പിംഗ് ഏരിയ ആണ്. നമ്മുടെ മണാലിയിൽ മാൾ റോഡില്ലേ, അതേപോലത്തെ ഒരു മാൾ റോഡാണിത്. ഇതിന് അപ്പുറത്തെ റോഡിലൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ഷോപ്പിംഗ് ഏരിയ ഉണ്ട്. ഒരുപാട് എന്താ പറയുക, റെസ്റ്റോറൻറ്റുകൾ, കോഫി ഷോപ്പുകൾ, അങ്ങനെ പല സംഭവങ്ങൾ, ഫാൻസി ഷോപ്പുകൾ, അങ്ങനെ പലതും കാണാൻ പറ്റും. സോ നമുക്കങ്ങനെ ഓരോ ബിൽഡിംഗ് ഉണ്ട്. നല്ല ഇതൊക്കെ പഴയ ബ്രിട്ടീഷുകാരുടെ ഉള്ള സമയത്തെടുത്ത് ബിൽഡിംഗ് ഉണ്ടോ, പഴയ ബിൽഡിംഗ് നമുക്ക് കാണാൻ പറ്റും. പഴയ ഇഷ്ടികയില്ല, ഇഷ്ടിക എന്ന് പറഞ്ഞാൽ ചുവന്ന കളറല്ല, ആ ചെറിയ ഒരു ഇഷ്ടിക അല്ല, ശരിക്കും ആ കല്ലാണ്, നമ്മുടെ പാറക്കല്ല്, കരിങ്കല്ല് പോലത്തെ കല്ലില്ല, ബ്രൗൺ കളർ, ചെറിയൊരു ബ്രൗൺ കളർ, അതാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. സോ ഇവിടെ നല്ല എന്താ പറയുക, നല്ല അടിപൊളി ഡിസൈനൊക്കെ ആക്കി വെച്ചിട്ടുണ്ട്. സോ നമ്മൾ മുകളിലെത്തി. ഇവിടെ വർക്ക് ഇൻ പ്രോഗ്രസ് ആണ്, ചില സ്ഥലത്തൊക്കെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് നമ്മൾ പല സിനിമകളിലും കണ്ടിട്ടുള്ള ഒരു സ്ഥലമാണ്. 3 Idiotsലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. എന്താ ഇവിടെ വന്നിരിക്കുന്ന കണ്ടിട്ടില്ലേ, ഇവിടെ വന്നിട്ട് വർത്താനം പറയുന്ന അമീർ ഖാനും, അമീർ ഖാനല്ല, നമ്മുടെ മാധവനും ആളും ഇരുന്ന് വർത്താനം പറയുന്ന കുറേ ഏരിയകളൊക്കെ ഉണ്ട് ഇവിടെ. സോ എനിവേ, സൂപ്പർ പ്ലേസ്, നൈസ് പ്ലേസ്, നല്ല വ്യൂ പോയിന്റ് കിട്ടുന്ന ഏരിയ ആണിത്. എന്താ രസം. ദിസ് ഈസ് ഷിംല. വീടുകളൊക്കെ നിങ്ങൾ നോക്കിയേ, രാത്രിയിൽ നല്ല കാഴ്ചയായിരിക്കും. രാത്രിയിൽ ലൈറ്റിൽ കുളിച്ച എല്ലാ കാഴ്ചകൾ നമുക്ക് കാണാൻ പറ്റും. സൂപ്പർ തന്നെയാണ്. ദിസ് ഈസ് ഷിംല വളരെ മനോഹരമായ സൗന്ദര്യത്തിൽ ഒരുങ്ങി നിൽക്കുന്ന ഷിംലയെ നമുക്ക് കാണാൻ പറ്റും. സൂപ്പർ അല്ലേ. സോ ഇതാണ് ഷിംല, അടിപൊളി സ്ഥലം തന്നെയാണ്. സൂപ്പർ പ്ലേസ്, നൈസ് പ്ലേസ്. അപ്പോൾ ഞാനിവിടുന്ന് കുറച്ച് ഫോട്ടോസ് വീഡിയോസൊക്കെ ഒരുപാട് എടുത്തു. ശരിക്കും തണുപ്പുകൊണ്ട് ചുണ്ടൊക്കെ പൊട്ടിപ്പോയിട്ടുണ്ട്, കാലൊക്കെ ഭയങ്കര വേദന, കാലിൻ്റെയൊക്കെ അടിഭാഗത്തൊക്കെ നമ്മൾ ഈ വിണ്ട് കയറൂലേ, ഈ തണുപ്പത്തുള്ള പ്രശ്നങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. സോ നടക്കാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. ട്രാവലിങ് നമ്മൾ ഒറ്റ ട്രിപ്പ്, ഓൾ ഓവർ ഇന്ത്യ ട്രിപ്പ് ആയതുകൊണ്ട് ഗ്യാപ്പൊന്നുമില്ല, കണ്ടിന്യൂസ് ട്രിപ്പാണ്. അതിനിടയ്ക്ക് പല പ്രശ്നങ്ങളും ഉണ്ടാവും. തലവേദന ഉണ്ടാവും, ലൂസ് മോഷൻ ഉണ്ടാവും, പനി ഉണ്ടാവും, മൂക്കടപ്പുണ്ടാവും, ജലദോഷം ഉണ്ടാവും, അവിടെ വേദന ഇവിടെ വേദന, പല വേദനകളൊക്കെ ഉണ്ടാവും. പക്ഷേ നെവർ മൈൻഡ്, അത് മൈൻഡാക്കാതെ നമ്മൾ യാത്ര തുടരുക എന്നുള്ളത് മാത്രമാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം. സോ അവിടെ നമ്മുടെ ഇന്ത്യൻ ഫ്ലാഗ് കണ്ട അവിടെ ആറി നടക്കുന്നത്. സോ ഞാനിവിടെ കുറേ സമയം ഇവിടെ സ്പെൻഡ് ചെയ്തു, കുറേ സമയം ഇവിടെ നിന്നു. ഇവിടുന്ന് കണ്ടെടുക്കാൻ പറ്റുന്നില്ല, അമ്മാതിരി സൂപ്പർ സ്ഥലം, അടിപൊളി സ്ഥലം തന്നെ കേട്ടോ. ഷിംല എന്ന് പറയുന്നത് സൂപ്പറാണ്. നടന്നു ഇത് കണ്ട, മരം കൊണ്ട് ഉണ്ടാക്കിയ ചെറിയ ചെയറുകളൊക്കെ ഉണ്ടാ, മരം കൊണ്ട്. നല്ല അടിപൊളി പരിപാടി അല്ലേ, മരം കൊണ്ട് ജസ്റ്റ് ഇങ്ങനെ ഒരു രസത്തിനൊക്കെ ഉണ്ടാക്കാം. പഴയ ബിൽഡിങ്ങുകളൊക്കെ കല്ലൊക്കെ ഉണ്ട്, പഴയ മോഡൽ ബിൽഡിങ്ങുകളൊക്കെയാണ്. സോ കുറച്ചും കൂടി നമ്മൾ നടന്നു നോക്കാം. ഇവിടെ മെയിനായിട്ടുള്ള ഒരു ചർച്ച് ഇതൊക്കെ നമുക്ക് കാണാനുണ്ട്. അത് നല്ലൊരു ഏരിയ നമുക്ക് കാണാനുണ്ട്, അവിടത്തേക്ക് നമുക്ക് പോകാം. ഓക്കെ,
ഇതാണ് ഫൗണ്ടർ ഓഫ് ഹിമാചൽ പർമാർ ഡോക്ടർ YS പർമാർ. അദ്ദേഹമാണ് ഫൗണ്ടർ ഓഫ് ഹിമാചൽ പ്രദേശ് സംസ്ഥാനം രൂപീകരിക്കാൻ മുന്നിട്ടിറങ്ങിയ വ്യക്തിയായിരിക്കാം. സോ അദ്ദേഹമാണത്. അദ്ദേഹത്തിൻ്റെ ഒരു പ്രതിമ നമുക്കവിടെ കാണാൻ പറ്റും. ഇവിടെ കണ്ട നമ്മളെ ഫോട്ടോസൊക്കെ എടുക്കുന്ന ആൾക്കാരുണ്ട് കേട്ടോ. സ്റ്റുഡിയോ ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ട്. അതുപോലെ പരമ്പരാഗത ഹിമാചൽ വസ്ത്രം ധരിച്ച് ഷിംലയിലൊക്കെ വസ്ത്രം ധരിച്ചുകൊണ്ട് എന്ത് ചെയ്യാം, നമുക്ക് ഫോട്ടോ ഒക്കെ പോസ്റ്റ് ചെയ്യാം. ഫോട്ടോ പൈസ കൊടുത്ത് നമുക്ക് ഹാർഡ് കോപ്പി തരും. അങ്ങനത്തെ ഒക്കെ ഉള്ള ആൾക്കാരുണ്ട്. ഇതൊക്കെ ഇതിൻ്റെ ഉപജീവന മാർഗം തന്നെ, ടൂറിസത്തിൻ്റെ ഭാഗം തന്നെയാണ് ഈ ബിസിനസ്സുകളൊക്കെ. നമ്മൾ വരുന്ന വഴിക്ക് ഇതൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. സോ അതിനെപ്പറ്റി കൂടുതൽ ഡീറ്റെയിൽ ചെയ്യേണ്ട കാര്യമില്ല. എന്നിരുന്നാലും നമുക്ക് ഇവിടെ നിന്ന് എക്സ്പ്ലോർ ചെയ്യണം. ഇതാണ് നമ്മൾ എന്താ പറയുക, സ്റ്റാച്യൂയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത് മെയിൻ ഏരിയ കേട്ടോ. ഷിംല എന്ന് പറയുമ്പോൾ ഇതൊക്കെയാണ് പല സിനിമകളിലും നമുക്ക് കാണാൻ പറ്റുന്നത്. ഒരു മലയാള സിനിമ ഉണ്ട്, ലാലേട്ടൻ്റെ ഒരു മലയാള സിനിമയിൽ നമ്മളിത് കണ്ടിട്ടുണ്ട്. ഞാൻ ആ പേര് മറന്നുപോയി. ഒരു സോങ്ങിൻ്റെ ഇടയ്ക്ക് ഈ ഇത് കണ്ടിട്ടുണ്ട്. പിന്നെ ഞാൻ കണ്ടത് 3 Idiots'ലാണ്. അമീർ ഖാൻ്റെ 3 Idiots'ലാണ് ഉള്ളത്. ഉണ്ടോ ഇന്ത്യൻ പതാക നമ്മൾക്ക് താഴെ നമ്മളുള്ളത്. സോ ഇറ്റ് വാസ് എ വെരി വണ്ടർഫുൾ പ്ലേസ്. ഒരുപാട് വിസിറ്റേഴ്സൊക്കെ ഇവിടെ കാണുന്നുണ്ട്. ഇവിടെ ഒരുപാട് ആൾക്കാർ വരുന്നതാണ്. അടിപൊളി വ്യൂ പോയിൻ്റൊക്കെ. എനിക്കൊന്ന് ഇത് മണാലിയിൽ ഈ വ്യൂ പോയിൻ്റ് ഇങ്ങനെ ആക്കണം. മണാലിയിൽ ഇതില്ല, ഇങ്ങനെയുള്ളതല്ല. ഷിംലയിലാണ് ഉള്ളത്. ഇതുള്ളത് സൂപ്പർ അടിപൊളി, നല്ല അടിപൊളി ഡിസൈനാക്കി വെച്ചിരുന്നു. ഷിംലയിൽ താമസിക്കാൻ എനിക്ക് മനസ്സിലാക്കുന്ന സൂപ്പർ സ്ഥലമാണ് കേട്ടോ. പഴയകാല പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവിൻ്റെയൊക്കെ ഇഷ്ടപ്പെട്ട വിനോദ ഒഴിവുകാല സന്ദർശനത്തിലുള്ള സ്ഥലമായിരുന്നു ഷിംല എന്ന് പറയുന്നത്. അതുപോലെ പല കൊളോണിയൽ സമയത്ത് ബ്രിട്ടീഷുകാരുടെയൊക്കെ വസതിയായിരുന്നു സ്ഥലമായിരുന്നു ഷിംല, മണാലി. അവർ ഇവിടെയാണ് എൻജോയ്മെൻറ്റിനൊക്കെ ഇവിടെയാണ് വരുന്നത് എന്നാണ് പറയപ്പെടുന്നത്. പക്ഷെ കാലം മാറി, ഇന്ന് വർഷങ്ങൾ കഴിഞ്ഞ് ഇന്ന് ടെക്നോളജിയൊക്കെ വന്നു. കുറച്ചുകൂടി അഡ്വാൻസായ ലെവലിലേക്ക് നമ്മൾ ഇന്ന് എത്തി അല്ലേ. അതുകൊണ്ട് നമുക്കിവിടെയൊക്കെ വന്ന് കാണാൻ ചെയ്യാം. സോ ദിസ് ഈസ് ഷിംല. സൂപ്പർ നൈസ് ആൻഡ് വ്യൂ ഉണ്ട്, ഇവിടെ കാണാൻ പറ്റും നമുക്ക്. ഇവിടെ ഒരു HPMCയുടെ ഒരു ആപ്പിൾ ജ്യൂസ് ഞാൻ വാങ്ങിയിട്ടാ. ഇതാണ് ഞാൻ പറഞ്ഞ HPMC. ഞാൻ മുമ്പ് കണ്ണൂരിലൊക്കെ ഇവിടെ ജ്യൂസ് കുടിക്കാറുണ്ടായിരുന്നു, ആപ്പിൾ ജ്യൂസ്. ഇത് പഴയ ഒരു ചർച്ച് വരുന്നുണ്ട്, പഴയ മോഡൽ ഒരു ക്രിസ്റ്റ് ചർച്ച് ഷിംലയിലെ ചർച്ചാണിത്. സോ ഇതിൻ്റെ തൊട്ടിപ്പുറം തന്നെ ഒരു സ്റ്റേറ്റ് ലൈബ്രറി, ഷിംല ലൈബ്രറി നമുക്ക് കാണാൻ പറ്റും. അതിൻ്റെ ഡിസൈനൊക്കെ ഉണ്ട്. ഇത് പഴയ കൊളോണിയൽ സമയത്തെടുത്ത ബിൽഡിംഗ് ഒക്കെയാണ്. അതിൻ്റെ ഇത് കണ്ടാൽ നമുക്ക് മനസ്സിലാവും. ഉപയോഗിച്ചിരുന്ന കല്ലും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഇങ്ങനത്തെ ബിൽഡിങ്ങൊക്കെ അടക്കം നമ്മുടെ നാട്ടിലും വേണം. ഇതേപോലത്തെ കല്ല് കൊണ്ടുണ്ടാക്കിയ നല്ല ടൂറിസം രംഗത്ത് അത് കാണാൻ നല്ലൊരു ഭംഗിയുണ്ടാവും. നമ്മൾ സ്ഥിരം കാഴ്ചകൾ കാണുമ്പോൾ തന്നെ നമുക്കൊരു രസമില്ല. പക്ഷെ ഇടയ്ക്കിടയ്ക്ക് എന്ത് ചെയ്യണം, ഇങ്ങനത്തെ കാഴ്ചകളൊക്കെ, ഇങ്ങനത്തെ രീതിയിലുള്ള സ്ട്രക്ചറും ബിൽഡിങ്ങുകളൊക്കെ നമുക്ക് ആവശ്യമുണ്ട്. ഇപ്പോൾ ദുബായിലൊക്കെ കാണുന്നില്ല. ദുബായൊക്കെ എന്താണ്, ദുബായൊക്കെ ഓരോ പുതിയ ആർക്കിടെക്ചറൽ കാര്യങ്ങളെടുത്ത് ലോകത്തെ വിസ്മയിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ലാസ്റ്റ് ദുബായ് ഫ്രെയിം കണ്ടിട്ട് നിങ്ങൾ, ദുബായ് ഫ്രെയിം എന്താ അടിപൊളി സംഭവം. അതൊക്കെ അവർ ചെയ്യും, അതിനുള്ള ആൾക്കാർ അവിടുത്തെ ഉണ്ട്. കേരളത്തിലും അങ്ങനെ ചെയ്യണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. സൂപ്പർ നൈസ് പ്ലേസ്. അപ്പോൾ ഞാനിവിടെ ഈ ചർച്ചിൻ്റെ ഇവിടെ നിന്നു. ഇത് പഴയകാലത്തെ ചർച്ചാണിത്. മുമ്പ് ബ്രിട്ടീഷുകാരൊക്കെ വന്ന സമയത്ത് അവരുടെ ആരാധനാ കേന്ദ്രമൊക്കെയാണ്. ഇപ്പോഴും ഉണ്ട്, ആൾക്കാർ വരുന്നുണ്ട്. അതിൻ്റെ തൊട്ടിപ്പുറം ഷിംല ലൈബ്രറി ഉണ്ട്. പിന്നെ തൊട്ടിപ്പുറം വേറൊരു വ്യൂ പോയിൻ്റ് ഉണ്ട്. അതിൻ്റെ മുകളിലേക്ക് നമുക്ക് കയറാം കേട്ടോ. ആ മുകളിലേക്ക് നമുക്ക് കയറാം. താഴെ ഈ വാട്ടർ ഫൗണ്ടനൊക്കെ ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ അതൊക്കെ ഇപ്പം വാട്ടർ ഫൗണ്ടനൊന്നും കാണുന്നില്ല, ഓഫാക്കിയിട്ടുണ്ടെന്ന് തോന്നുന്നു. അവിടെ മാത്രം കുറച്ച് വെള്ളം വരുന്നുണ്ട്. സോ ഇതിൻ്റെ മുകളിലോട്ട് കയറിയാൽ നമുക്ക് കുറച്ചുകൂടി നല്ല വ്യൂ പോയിൻ്റ് കാണാൻ പറ്റും. സോ ലെറ്റ്സ് ഗോ ദെയർ.
സോ അങ്ങനെ നമ്മൾ മുകളിലെത്തി. ഇവിടെ നല്ല ഇത് അടിപൊളി കേട്ടോ, ഇത് അടിപൊളി വ്യൂ പോയിൻ്റാണ്. അത് നേരെ നോക്കിയാൽ നമ്മുടെ രാജ്യത്തിൻ്റെ പതാക ഫ്ലാഗ് അവിടെ കാണാൻ പറ്റും, കൊടിമരം ഫ്ലാഗ് കാണാൻ പറ്റും, താഴെ ജനങ്ങളെ കാണാൻ പറ്റും അല്ലേ, ചെതറിക്കിടക്കുന്ന ജനങ്ങളെയും ആൾക്കാരെയും നമുക്ക് കാണാൻ പറ്റും. സൂപ്പർ കേട്ടോ, അടിപൊളി. വൈകുന്നേരമായി, ഏകദേശം വൈകുന്നേരം ആയതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല, നല്ല രസത്തിൽ നമുക്കിത് എടുക്കാം. നല്ല എക്സൈറ്റഡ് ആണ് കേട്ടോ ഞാൻ. ഐ ആം വെരി എക്സൈറ്റഡ് ആൻഡ് ഐ ആം വെരി ഇൻട്രസ്റ്റഡ് ടു ദിസ് പ്ലേസ്. നമ്മളൊരുപാട് ആഗ്രഹിച്ചൊരു സ്ഥലമായിരുന്നു ഷിംല എന്ന് പറയുന്നത്, ഷിംല മണാലി. ഷിംല പ്രത്യേകിച്ച് ആ ഷിംലയിൽ നിന്നെത്തി കുറച്ച് സമയം ഇവിടെ സ്പെൻഡ് ചെയ്യാൻ പറ്റി. ജീവിതത്തിൽ കുറച്ച് മെമ്മറീസ്, ഇറ്റ്സ് എ വെരി ബ്യൂട്ടിഫുൾ ആൻഡ് ഇറ്റ്സ് എ വെരി ഗുഡ് മെമ്മറീസ് ഇൻ ഷിംല. ഇങ്ങനത്തെ മെമ്മറീസ് നമ്മൾ ആക്കണം. ഷിംലയിലൊക്കെ നമ്മളിപ്പോൾ എവിടെയെങ്കിലും ഷിംലയിൽ ഇത് കാണുമ്പോൾ യാത്ര ചെയ്യുന്നത് എന്തിനാണോ, പ്രാന്താണോ, വെറുതെ പൈസ കളയെന്ന് ചോദിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. പക്ഷേ യാത്ര എന്ന് പറഞ്ഞ ഒരു ലഹരിയാണ് നമുക്കൊക്കെ. യാത്ര എന്ന് പറഞ്ഞ ഒരു ഭ്രാന്താണ്, ഒരു ഗ്രേസാണ്. അതില്ലാതെ വേറെ ഇതില്ല. അങ്ങനെ എടുത്തിട്ടുള്ളവർക്കോ ഇതിൻ്റെ സീരിയസ്നെസ് മനസ്സിലാവുള്ളൂ. അല്ലാത്തവർക്ക് പോയിട്ട് കാര്യമൊന്നുമില്ല. അവർ ജസ്റ്റ് നാട്ടിൽ പോകുന്ന പോലെ ഒന്ന് അവിടെയും പോവാം. ഇതൊക്കെ കണ്ട് മനസ്സിലാക്കണം. ജീവിതത്തിൽ എപ്പോഴെങ്കിലും ഒരിക്കൽ നമ്മളിവിടെ വരുള്ളൂ. ചിലപ്പോൾ ഞാനൊന്നും ഇവിടെ വരാൻ ചാൻസ് ഇല്ല മിക്കവാറും. പക്ഷെ വന്നു. പക്ഷെ വന്നില്ലെങ്കിൽ നമുക്ക് ജീവിതകാലത്ത് ഒരുപാട് കാലത്ത് ഓർമ്മിക്കാനുള്ള ഒരു മധുര നിമിഷങ്ങൾ അല്ലെങ്കിൽ ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ മെമ്മറീസാണ് നമുക്ക് ഷിംല നമുക്ക് നൽകുന്നത്. നമുക്ക് അഭിമാനത്തോട് പറയാം. ഞാനിപ്പോൾ ഓൾ ഓവർ ഇന്ത്യ ട്രിപ്പ് കഴിഞ്ഞാൽ ഞാൻ അഭിമാനത്തോടുകൂടി എനിക്ക് തലയുയർത്തി പറയാൻ പറ്റും, ഐ സോ ഇന്ത്യ. ഞാൻ ഇന്ത്യ കണ്ടിട്ടുണ്ട്, ഞാൻ ഇന്ത്യയിലെ സ്ഥലങ്ങളൊക്കെ ഒരുവിധം ഞാൻ കണ്ടിട്ടുണ്ട് എന്ന് അഭിമാനത്തോടു കൂടി തല ഉയർത്തി പറയാൻ പറ്റും. ഈ പൊട്ടക്കിണറ്റിലെ തവള കടലിൽ വന്ന തവളയോട് വെല്ലുവിളിക്കുന്നത് പോലെയാണ് കാര്യങ്ങൾ. ലോക സഞ്ചാരത്തിന് അല്ലെങ്കിൽ സഞ്ചരിക്കുന്ന ആൾക്കാരോട് ഒരിക്കലും നമ്മൾ എന്താ പറയുക തർക്കിക്കാൻ പറ്റില്ല. നമ്മളൊരു സഞ്ചാരവും നടത്തിയിട്ടില്ല, നമ്മുടെ നാട്ടിലൊക്കെ ഒതുങ്ങിക്കൂടുന്ന വ്യക്തിയൊക്കെ ആണെങ്കിൽ സഞ്ചാരികളോട് ഒരിക്കലും നമുക്ക് തർക്കിക്കാൻ പറ്റില്ല. അങ്ങനെ തർക്കിച്ചാൽ തന്നെ ഭാഗ്യത്തിന് നമ്മൾ ജയിച്ചെന്നിരിക്കും, ഒരു വാദത്തിന് നമ്മൾ ജയിച്ചെന്നിരിക്കും. പക്ഷേ സത്യം എന്തായാലും അവരുടെ കൂടെ ആയിരിക്കും. കാരണം അവരാണ് കണ്ടിട്ടുള്ളത്, കാര്യങ്ങൾ നേരിട്ട് കണ്ടിട്ടുള്ള ആൾക്കാരാണ് സഞ്ചാരികൾ. അതിപ്പോൾ കേരളം മുഴുവൻ നമ്മളെ സംസ്ഥാനം മുഴുവൻ സഞ്ചരിക്കുന്ന ആൾക്കാരുണ്ട്, രാജ്യം മുഴുവൻ സഞ്ചരിക്കുന്ന ആൾക്കാരുണ്ട്, ലോകം മുഴുവൻ സഞ്ചരിക്കുന്ന ആൾക്കാരുണ്ട്. ഇനിയിപ്പോൾ ഭൂമി വിട്ട് ഭൂമിക്ക് പുറത്തും ഗോളാന്തര യാത്ര ചെയ്യുന്ന രീതിയിൽ മനുഷ്യൻ എത്തിക്കൊണ്ടിരിക്കുകയാണ് ഇന്ന്. അപ്പോൾ അവരോടൊന്നും നമുക്ക് തർക്കിക്കാൻ പറ്റില്ല. അവർ നേരിട്ട് കാര്യങ്ങൾ കണ്ടാണ് അവർ പറയുന്നത് നമ്മൾ മനസ്സിലാക്കുക എന്നുള്ളതാണ് കാര്യം. ഞാൻ ഇങ്ങനത്തെ ഒരുപാട് ആൾക്കാരെ കണ്ടിട്ടുണ്ട് നമ്മുടെ നാട്ടിൽ, പ്രത്യേകിച്ച് കേരളീയകൾ. എൻ്റെ നാട്ടിൽ തന്നെ ഒരു യാത്രയൊന്നും ഇഷ്ടപ്പെടാത്ത നാട്ടിൽ തന്നെ ഒതുങ്ങിക്കൂടുന്ന ആൾക്കാരെ ഞാൻ ഒരുപാട് കണ്ടിട്ടുണ്ട്. അതിൽ നിന്ന് എനിക്ക് തീരാന്ന് ഇഷ്ടമില്ല. ഒറ്റക്ക് പോയി കാര്യങ്ങൾ കാണാം. ഒരുപാട് കുതിരകളൊക്കെ നിർത്തിയിട്ടുണ്ടോ, ഹോഴ്സ് റൈഡിങ്. കസ്റ്റമർ വളരെ കുറവാണെന്ന് തോന്നുന്നു. ഒരുപാട് ഹോഴ്സ് റൈഡിങ് ഹൗസിനവിടെ കുതിരകളൊക്കെ വെച്ചിട്ടുണ്ട്. കുതിര സവാരിയൊക്കെ നമുക്ക് കാണാം. നല്ല അടിപൊളി ആംബിയൻസ് ഇടാം, നല്ല അടിപൊളി സ്ഥലം ഷിംല. എത്ര വർണ്ണിച്ചാലും മതിയാവില്ല. സോ ദാറ്റ്സ് വൈ ഐ കെയിം ഹിയർ. ഒന്നാമത് വൈകുന്നേരം ആവാറായി, സൂര്യൻ അസ്തമിക്കാൻ കുറച്ച് സമയമുണ്ട്. ആ ഒരു സമയത്ത് വരണം. ഉച്ചക്ക് വരുന്നതിനെക്കാളും നല്ലത് ഇപ്പം തന്നെയാണ്. ഇപ്പോഴത്തെ വന്നാൽ നമുക്ക് നല്ല അടിപൊളിയായിട്ടെല്ലാം കാണാൻ പറ്റും. സൂപ്പർ. അങ്ങ് ദൂരെ നിങ്ങൾ കാണുന്നത് വീടുകളൊക്കെ കണ്ട ആ ഒരു താഴ്വരയുടെ ഇങ്ങനെ സൈഡിൽ ഇങ്ങനെ ഒരുക്കി നിർത്തിയ പോലെ വീടുകളൊക്കെയാണ് വീടുകൾ. ഇവിടെയും ചെറിയ രീതിയിൽ അർത്ഥവയ്ക്കും പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ മാത്രമല്ല, ലോകത്തിന് എല്ലായിടത്തും ഉണ്ട്. നമ്മൾ പരിസ്ഥിതി നോക്കാതെ, എൻവയോൺമെൻറ്റ് നോക്കാതെ നമ്മൾ ബിൽഡിങ്ങുകൾ എന്ത് കെട്ടിപ്പൊക്കിയാലും ഒരു സമയത്ത് അത് ഫ്ലോപ്പായി വീഴും. പ്രകൃതി അത് തിരിച്ചടി നൽകും എന്നുള്ളതാണ് കാര്യം. സോ ഇവിടെയും ഞാൻ വീഡിയോസ് കണ്ടിട്ടുണ്ടായിരുന്നു, കഴിഞ്ഞ വർഷമാണെന്ന് തോന്നുന്നു, ഒരുപാട് ബിൽഡിങ്ങുകളൊക്കെ ഇടിഞ്ഞു പൊളിഞ്ഞ് വീഴുന്നത്. സോ എവിടെ നമ്മൾ വീടെടുക്കുമോ അല്ലെ എവിടെ നമ്മൾ ബിൽഡിങ്ങോ എന്ത് കെട്ടുമോ അവിടുത്തെ എൻവയോൺമെൻറ്റും കാര്യങ്ങളൊക്കെ നമ്മൾ പഠിക്കുക എന്നുള്ളതാണ് കാര്യം. ഇപ്പോൾ വയനാട്ടിലെ ഇഷ്യൂ ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്, മൂന്നാറും അതേപോലത്തെ സ്ഥലങ്ങളാണ്. സോ നമ്മൾ അവിടെയൊക്കെ ഗവൺമെൻറ് വളരെ ശ്രദ്ധ കൊടുക്കേണ്ടതാണ്. അനാവശ്യ തരത്തിലുള്ള ബിൽഡിങ്ങുകളൊന്നും ഒരു സ്ഥലത്തും കെട്ടിപ്പൊക്കരുത്. നമ്മൾ എൻവയോൺമെൻറ്റിനെ നമ്മൾ പ്രൊട്ടക്റ്റ് ചെയ്യുക എന്നുള്ളതാണ് കാര്യം. പുതിയ ടെക്നോളജികൾ എന്തെങ്കിലും പുതിയ ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ ഇനി മുന്നേറേണ്ടത്, അല്ലാതെ നമുക്ക് പോകാൻ പറ്റില്ല.
അപ്പോൾ ഏകദേശം സമയം ഒരു 6 മണി കഴിഞ്ഞു. അപ്പോൾ ഞാൻ വിചാരിക്കും താഴോട്ട് ഇറങ്ങാമെന്ന് വിചാരിക്കുന്നു, ബസ് സ്റ്റാൻഡിലേക്കൊക്കെ പോകണം. അപ്പോൾ ഇവിടെ ഒരുപാട് ഇത് മാർക്കറ്റാണ് കേട്ടോ, ചെറിയ മാർക്കറ്റാണ്, അതിൻ്റെ അടുത്ത് തന്നെ മാർക്കറ്റ് ഉണ്ട്. അതൊക്കെ ഞാൻ കണ്ടു. മെയിൻ ഒരു വലിയൊരു ഷോപ്പിംഗ് സെൻറ്റർ തന്നെ. പിന്നെ എന്താ പറയുക, അതിൻ്റെ ഒരു ഷോപ്പിംഗ് സെൻറ്ററിനകത്ത് ഞാൻ കയറി. ഇവിടെ KFCയും പിസ്സ ഹട്ടൊക്കെ ഉണ്ട്. ഞാൻ പിന്നെ അവിടുന്ന് പുറത്തിറങ്ങി കഴിക്കാൻ പറ്റൊന്നുമില്ല. അപ്പോൾ ഇത് മാർക്കറ്റാണ്, ലോക്കൽ മാർക്കറ്റ് എന്ന് പറയുന്നത് നമുക്ക് പറയാം. ലോക്കൽ മാർക്കറ്റ് നന്ന ലോക്കലല്ല, ആൾക്കാർ ഇവിടുത്തെ ഷിംലയിലെ ആൾക്കാരൊക്കെ ഉള്ളൊരു മാർക്കറ്റ്. ഇത് താഴോട്ട് ഇറങ്ങേണ്ടതാണ്. ഇവിടുന്ന് പല വഴികളുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ പഴയ ബസ് സ്റ്റാൻഡിൽ നിന്ന്, ലോക്കൽ ബസ് സ്റ്റാൻഡിൽ നിന്ന് നമ്മൾ മുകളിലോട്ട് കയറി വന്നതാണ്. അപ്പോൾ ഇനി താഴോട്ടേക്ക് ഇറങ്ങണം. താഴോട്ട് ഇറങ്ങുന്ന സ്ഥലത്ത് ഒരുപാട് ബിസിനസ് ചെയ്യുന്ന ആൾക്കാർ കാണാം. നമുക്ക് പല ടൈപ്പ് ബിസിനസ്, ബനാന കാണാം, അപ്പുറം ഫാൻസി ടോയ്സ് വിൽക്കുന്ന ആൾക്കാരുണ്ട്, പല ബിസിനസ്സും ചെയ്യുന്ന ആൾക്കാരുണ്ട്. ടൂറിസം എന്ന് പറഞ്ഞാൽ ഇത് തന്നെയാണ്, ഇവിടെ വരുമാനം എന്ന് പറഞ്ഞാൽ ഇത് തന്നെയാണ്. ഇവിടെ ഇവിടെ ആളില്ലെങ്കിൽ ടൂറിസം നിലച്ചു പോയാൽ ഇവർക്കൊക്കെ ജീവിക്കാൻ നല്ല ബുദ്ധിമുട്ടുണ്ടാവും. ടൂറിസം ഒരുപാട് പേർക്ക് പ്രതീക്ഷ കൊടുക്കുന്നതാണ്, പ്രത്യാശ കൊടുക്കുന്നതാണ്, ലൈഫ് കൊടുക്കുന്നതാണ്. അതുകൊണ്ട് ടൂറിസത്തെ മാക്സിമം പ്രൊമോട്ട് ചെയ്യുക. ടൂറിസത്തെ ഒന്നും സ്വീകരിക്കാത്ത ഒരുപാട് വ്യക്തികളുണ്ട്, അവർക്കൊക്കെ ആ ഒരു ലൈഫോ പറ്റൂലൂ. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം ടൂറിസത്തിലെ കൂടി വരുമാനം ഉണ്ടാക്കാമെന്ന് ഞാൻ ഒരുപാട് മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു. ഏഷ്യയിൽ ടൂറിസത്തിലെ കൂടി വരുമാനം ഉണ്ടാക്കിയ വലിയൊരു രാജ്യമാണ് മലേഷ്യ എന്ന് പറയുന്നത്. മലേഷ്യ ഉണ്ട്, അതിന് മുമ്പ് സിംഗപ്പൂരുണ്ട്. സിംഗപ്പൂരാണ് ആദ്യം. സിംഗപ്പൂർ പോലെ മലേഷ്യയും ആ രീതിയിൽ വന്നു. എനിവേ, ബെസ്റ്റ് ഓഫ് ലക്ക്.